JP Astro ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വ്യാഴത്തിൻ്റെ രാശിമാറ്റമാണ്. വ്യാഴത്തിൻ്റെ രാശിമാറ്റം ധനു രാശിക്കാർ, അതായത് മൂലം, പൂരാടം, ഉത്രാടം, ഒന്നാം പാദം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2025 വ്യാഴത്തിൻ്റെ രാശിമാറ്റം കൊണ്ടുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. എത്ര പറഞ്ഞാലും അവസാനിക്കുന്ന ഒന്നല്ല വ്യാഴത്തിൻ്റെ പ്രാധാന്യം. നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന അവിചാരിതമായ മാറ്റങ്ങൾക്ക് പലപ്പോഴും വ്യാഴം കാരണമാകാറുണ്ട്. സകല ദേവന്മാരുടെയും ചൈതന്യം അടങ്ങിയിരിക്കുന്ന ഗ്രഹമാണ് വ്യാഴമെന്നാണ് വിശ്വസിക്കുന്നത്. വൈഷ്ണവ ചൈതന്യത്തെയും സൂചിപ്പിക്കാറുണ്ട്. സൃഷ്ടി, സ്ഥിതി, സംഹാരം അഥവാ നാശം എന്ന 3 അവസ്ഥയിൽ വൈഷ്ണവ സങ്കല്പമായ സ്ഥിതിയെ സൂചിപ്പിക്കുന്നതാണ് വ്യാഴം. അതായത് നിലനിർത്തുക അഥവാ സംരക്ഷിക്കുക എന്നർത്ഥം. ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനും അധർമ്മത്തെ എതിർക്കാനും ഒരു വ്യക്തിയെ പ്രേരിപ്പിക്കുന്നത് വ്യാഴത്തിൻ്റെ അനുഗ്രഹം മൂലമാണ്. ഏതൊരു അറിവിനെയും ബുദ്ധിപരമായ കഴിവുകൊണ്ട് അത് മറ്റുള്ളവർക്ക് ഗുണമുണ്ടാകുന്ന തരത്തിൽ പ്രാവർത്തികമാക്കാൻ വ്യാഴം സഹായിക്കും. പുണ്യപാപചിന്തകളെ ഓർമ്മപ്പെടുത്തി തെറ്റുകൾക്ക് പ്രായശ്ചിത്ത ബോധമുണ്ടാക്കി വിവേചന ബുദ്ധിയെ ഉണർത്തി അതിൽ നിന്ന് മാറി നല്ല മാർഗത്തിൽ പോകാനുള്ള മാർഗം കാണിച്ചു തരുന്നതും വ്യാഴമാണ്. പൂർവ്വ പുണ്യത്തെയും, അതായത് മുൻപ് ചെയ്ത പുണ്യപ്രവർത്തികൾ നമ്മൾ ചെയ്തത് ഏതായാലും അല്ലെങ്കിൽ പൂർവികർ ചെയ്തതായാലും അതിൻ്റെ ഫലം ലഭിക്കാനുണ്ടെങ്കിൽ ആ പൂർവ്വ പുണ്യഫലം അനുഭവിക്കാനുള്ള അവസരവും വ്യാഴം ഉണ്ടാക്കിത്തരും. അതുപോലെ മനസാക്ഷിക്ക് വിരുദ്ധമായ അധർമ്മത്തിലൂടെ സമ്പാദിച്ചെടുത്ത സുഖം അനുഭവിച്ച് മതിമറന്ന് ജീവിക്കുമ്പോൾ അപ്രതീക്ഷിതമായ തിരിച്ചടികളിലൂടെ അധപ്പതനത്തിന് വഴിയുണ്ടാക്കി കൊടുക്കുന്നതും വ്യാഴമാണ്. ധർമ്മം, ദയ, നീതി, പുണ്യം തുടങ്ങിയ മാർഗത്തിലൂടെ ജീവിക്കുന്നവർക്ക് വിദ്യ കൊണ്ട് അറിവും ബുദ്ധി കൊണ്ട് കഴിവും നൽകി അവരെ ഉയരത്തിലെത്തിക്കുന്നതും വ്യാഴമാണ്. വ്യാഴത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ വ്യാഴത്തിൻ്റെ മഹത്വവും ജീവിത വിജയവും എന്ന പേരോടുകൂടി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വ്യാഴത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർ ആ വീഡിയോ ഒന്ന് കാണുക. ഈ വീഡിയോയിൽ വ്യാഴത്തിൻ്റെ രാശിമാറ്റം മൂലം ധനു രാശിക്കൂറുകാരായ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ഒന്നാം പാദം ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ ഗുണദോഷ ഫലങ്ങളെയാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ധനു രാശിക്കാർക്ക് ഇപ്പോൾ 2024 മെയ് മാസം 1-ാം തീയതി മുതൽ 2025 മെയ് 14 വരെയുള്ള സമയം വ്യാഴം സഞ്ചരിക്കുന്നത് അത്ര നല്ല ഭാവത്തിലല്ല. എന്നാൽ 2024 മെയ് 1 മുമ്പ് 2023 ഏപ്രിൽ 22 മുതൽ വ്യാഴം 1 വർഷക്കാലം മേടൻ രാശിയിൽ 5-ാം ഭാവത്തിൽ സഞ്ചരിച്ച സമയം പല ഗുണങ്ങളും അനുഭവിക്കാൻ സാധിച്ചു കാണും. വ്യാഴത്തെ സംബന്ധിച്ച് 5-ാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത് മനസ്സ്, ബുദ്ധി, സന്താനങ്ങൾ, ഉന്നത സ്ഥാനലബ്ധി, മുൻകൂട്ടി കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന ആ ഒരു അവസ്ഥയും കഴിവും, പുണ്യകർമ്മം, കാര്യവിചാരം തുടങ്ങി പലതിനെയും സൂചിപ്പിക്കുന്നതാണ് വ്യാഴം. വ്യാഴം മേടം രാശിയിൽ സഞ്ചരിച്ച ആ കാലത്ത് ഒരു നേതൃസ്ഥാനം നൽകി മറ്റുള്ളവരുടെ ഇടയിൽ ഒരു പ്രധാനിയായി നിൽക്കാനുള്ള അവസരം പലപ്പോഴും വ്യാഴം ഉണ്ടാക്കി കൊടുക്കും. സാമ്പത്തികമായ പ്രശ്നങ്ങൾക്ക് പെട്ടെന്ന് പരിഹാരം കാണാനും സാമ്പത്തികമായി കുറേ മെച്ചപ്പെടാനും ജോലിയിൽ സ്ഥിരതയും പ്രമോഷനും നൽകാനും വ്യാഴം സഹായിച്ചു. സന്താനങ്ങളുടെ കാര്യത്തിൽ പല സുപ്രധാനമായ തീരുമാനങ്ങളും അതുപോലെ പഠനം, ജോലി എന്നിവയ്ക്ക് വേണ്ട സാമ്പത്തികം സ്വരൂപിക്കാനും അവസരം കിട്ടി. പ്രധാനമായും ജോലി, പഠനം എന്നിവയ്ക്ക് വേണ്ടി അന്യദേശവാസം അഥവാ വിദേശ യാത്രയ്ക്കുള്ള അവസരവും വ്യാഴം ഉണ്ടാക്കിത്തന്നു. ദാമ്പത്യ ജീവിതം മെച്ചപ്പെടുകയും സന്തോഷകരമായ പല സന്ദർഭങ്ങളും ഉണ്ടാവുകയും ചെയ്ത ഒരു സമയമാണ്. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാനും മന്ത്രാഭിചാര പ്രവർത്തനങ്ങളിൽ മനസ്സ് താൽപ്പര്യം കാണിക്കുകയും ചെയ്ത ചില സന്ദർഭങ്ങളും വരാം. മറ്റുള്ളവരുടെ മനസ്സിൽ സന്തോഷം തോന്നുന്ന വിധത്തിൽ പെരുമാറി അവരുടെ സഹായവും സേവനവും നേടിയെടുക്കുന്നതിൽ വേണ്ട ബുദ്ധിവൈഭവം ലഭിക്കുകയും ചെയ്യും.
പുത്രലാഭം, സ്ത്രീലാഭം, ധനലാഭം, വസ്ത്രലാഭം തുടങ്ങി പല ഗുണങ്ങളും വ്യാഴം 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലത്ത് മിക്കവാറും ഉള്ളവർക്ക് ലഭിക്കും. ശനിയും അനുകൂലമായി 3-ാം ഭാവത്തിൽ നിൽക്കുന്ന സമയമായതിനാൽ ഏത് കാര്യത്തിലും നല്ല ആത്മവിശ്വാസവും സഹോദരങ്ങളിൽ നിന്നും സാധാരണക്കാരിൽ നിന്നും പല സഹായങ്ങളും ഉണ്ടാവുകയും സമീപവാസികളിൽ നിന്ന് പല സഹായങ്ങളും ലഭിക്കാനുള്ള അവസരവും ഉണ്ടായിരിക്കും. ജാതകത്തിൽ വ്യാഴം നല്ല നിലയിലുള്ളവർക്കും ദശാപഹാരങ്ങൾ അനുകൂലമായിട്ടുള്ളവർക്കും 2023 ഏപ്രിൽ മുതൽ 2024 ഏപ്രിൽ വരെയുള്ള വ്യാഴം 5-ാം ഭാവത്തിൽ സഞ്ചരിച്ച ഒരു വർഷം ഒരുപാട് മെച്ചപ്പെട്ട അനുഭവങ്ങളും ഉണ്ടായിക്കാണും. വ്യാഴം അനുകൂലമല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഗുണമൊന്നും ഉണ്ടായിക്കാണാനും സാധ്യതയില്ല. ചെറിയ ചെറിയ മേന്മകൾ ഉണ്ടായിക്കാണും, വലിയ ദോഷമൊന്നും ഉണ്ടാവില്ല. എന്നാൽ 2024 മെയ് മാസം 1 മുതൽ വ്യാഴം സഞ്ചരിക്കുന്ന ഇടവൻ രാശി ധനു രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 6-ാം ഭാവമായ ശത്രുസ്ഥാനമാണ്. ഒക്ടോബർ 10 മുതൽ ഫെബ്രുവരി 4 വരെ വക്രഗതിയെ പ്രാപിക്കുന്ന വ്യാഴം അല്പം വ്യത്യാസമൊക്കെ ഉണ്ടാക്കി കാണുമെങ്കിലും വ്യാഴത്തിൻ്റെ സ്ഥിതി പൊതുവെ നോക്കുമ്പോൾ അത്ര മെച്ചമല്ല. അതായത് വക്രഗതിയിൽ ചില മേന്മകളൊക്കെ ചിലപ്പോൾ ഉണ്ടായി കാണും. മാതാവിന് അത്ര സുഖമല്ലാത്ത സാഹചര്യം അഥവാ അരിഷ്ടയുണ്ടാകാം, മാനസിക പ്രയാസങ്ങൾ വരാം, ശാരീരികമായി ആരോഗ്യം കുറഞ്ഞു വരുന്നതായി അനുഭവപ്പെടുന്ന സാഹചര്യവും ഈ ധനുരാശിക്കൂറുകാർക്കുണ്ടാകും. ദാമ്പത്യ ജീവിതത്തിൽ ഒരുതരം സുഖക്കുറവ് അനുഭവപ്പെടും. മറ്റുള്ളവരുടെ ഇടയിൽ നേരത്തെ ഉണ്ടായിരുന്ന സ്നേഹവും താല്പര്യവുമൊക്കെ കുറഞ്ഞു വരും. നല്ല ഉദ്ദേശത്തോടെ ചെയ്യുന്ന കാര്യങ്ങളും അവസാനം പലപ്പോഴും തിരിച്ചടിയാകുന്ന അവസ്ഥയും വരും. എന്തെല്ലാം സുഖസൗകര്യങ്ങളൊക്കെ ഉണ്ടായാലും മനസ്സിന് സന്തോഷം തോന്നുന്ന ഒരു സാഹചര്യം വളരെ കുറവായിരിക്കും. മനസ്സിൽ ദുർബുദ്ധി തോന്നി തുടങ്ങുകയും ചെയ്യും. പലതും നേർവഴിയിലാക്കാനായി ആഭിചാരങ്ങൾ പോലും ചെയ്യാൻ തോന്നുന്ന ഒരു സാഹചര്യമാണ് 6-ാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ കാലം. ദൈവാധീനമില്ലാത്ത സമയത്ത് ചില വക്രബുദ്ധികൾ പ്രവർത്തിക്കാൻ തുടങ്ങും. 2025 മെയ് 14 വരെ വ്യാഴം ശത്രുസ്ഥാനമായ 6-ൽ സഞ്ചരിച്ച് അത് 7-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു സാഹചര്യം വരും. വളരെ വ്യത്യസ്തമായ അനുഭവമാണ് വ്യാഴം 7-ൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്നത്. 7-ാം ഭാവം മിഥുനം രാശിയാകുമ്പോൾ പല കാര്യത്തിലും അറിവുണ്ടാകാനും അത് ബുദ്ധിപരമായി വിനിയോഗിക്കാനും ശ്രമിക്കും. 2025 മെയ് 14 വരെ ശത്രുസ്ഥാനത്ത് നിൽക്കുകയും 2025 മെയ് 14 മുതൽ രാശി മാറി മിഥുനം രാശിയിൽ 7-ാം ഭാവത്തിലേക്ക് കടക്കുകയും ചെയ്യും. 7-ാം ഭാവത്തിൻ്റെ കാരകൻ സുഖത്തിൻ്റെയും ഭൗതിക ജീവിതത്തിലെ സന്തോഷത്തിൻ്റെയും കാരകനായ അല്ലെങ്കിൽ ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്ന ശുക്രനാണ്. 7-ാം ഭാവം ദാമ്പത്യം, ഭാര്യ, ഭർത്താവ്, ആഗ്രഹം, കൊടുക്കൽ വാങ്ങൽ, ഔദാര്യം, ബഹുമാനം, കാര്യസാധ്യം, കാമവികാരങ്ങൾ, വിവാഹം, യാത്ര, പൊതുജനങ്ങളുമായിട്ടുള്ള ബന്ധം എന്നിവയെല്ലാം സൂചിപ്പിക്കുന്നതാണ് 7-ാം ഭാവം. കൂടുതൽ സന്തോഷമുണ്ടാകുന്ന സാഹചര്യം വരാം. പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ആശ്വാസം ലഭിക്കുകയും തെറ്റായ കാഴ്ചപ്പാടിലൂടെ മുന്നോട്ട് പോയവർക്ക് ഒരു നല്ല നിശാബോധമുണ്ടായി നേർവഴി തെളിയുന്ന ഒരു സാഹചര്യവും വരും. സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയെടുക്കാനുള്ള അവസരവുമാണ്. സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നവരും ബിസിനസ്സുകാരും ബാങ്ക് ജോലിക്കാരും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുള്ളവരും വേദശാസ്ത്ര പണ്ഡിതന്മാർക്കും ക്ഷേത്ര സംബന്ധമായി പ്രവർത്തിക്കുന്നവർക്കും നല്ല സമയമാണ്. വിവാഹ സംബന്ധമായി തടസ്സം നേരിട്ടവർക്കും വിവാഹാലോചന നടത്തുന്നവർക്കും നല്ല സമയമാണ്. നല്ല വിവാഹബന്ധമൊക്കെ ലഭിക്കാനുള്ള സാഹചര്യവും വരും. വിദ്യാഭ്യാസത്തിൽ പുരോഗതിയും ഇൻ്റർവ്യൂ, ടെസ്റ്റ് ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം വരുമ്പോഴും അതുപോലെ വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കും നല്ല അനുഭവവും നല്ല റിസൾട്ടും ഉണ്ടാകും. സൗഹൃദങ്ങൾ ചിലപ്പോൾ പ്രണയത്തിലേക്ക് നയിച്ചേക്കാം. സമൂഹത്തിലെ ഉന്നത വ്യക്തികളുടെയും ഗുരുക്കന്മാരുടെയും സഹായ സഹകരണങ്ങൾ പലപ്പോഴും ലഭിച്ചെന്നും വരാം.
ജാതകത്തിൽ നല്ല നിലയിൽ വ്യാഴം നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവത്തിലെ വ്യാഴം പല പുരോഗതിയും കാര്യസാധ്യവും ഉണ്ടാക്കി. ശുക്രൻ അനുകൂലമായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം നല്ല സുഖ സൗകര്യത്തോടെ ജീവിക്കാനുള്ള ചുറ്റുപാടുകളും ഉണ്ടാക്കിത്തരും. സാഹിത്യരംഗത്തും കലാരംഗത്തും പ്രവർത്തിക്കുന്നവർക്കും നല്ല സമയമാണ്. മോശപ്പെട്ട സന്ദർഭങ്ങളെ അനുഭവിച്ച് അതിജീവിച്ച് വന്ന ധനുരാശിക്കാർക്ക് ഒരു നല്ല സമയം തെളിയുന്നതിൻ്റെ സൂചനയാണ് വ്യാഴത്തിൻ്റെ 2025 രാശിമാറ്റം. അത് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ജാതകത്തിലെ മറ്റ് ഗ്രഹങ്ങൾ കൂടി മെച്ചമായിട്ടുള്ളവർക്കും അതുപോലെ തന്നെ വ്യാഴം ജാതകത്തിൽ നല്ല നിലയിലുള്ളവർക്കും നല്ല ദശാകാലം അനുഭവിക്കുന്നവർക്കും ഈ സമയം ഒരുപാട് ജീവിതത്തിൽ പുരോഗതിയും ഉയർച്ചയും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ വ്യാഴം മോശമാണ്, അതുപോലെ തന്നെ ദശാപഹാരങ്ങളും ഈ സമയത്ത് മോശമാണെങ്കിൽ ഒരുപാട് ഉയർച്ചയൊന്നും ഉണ്ടായില്ലെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങളും സാധാരണ ഉള്ളതിൽ നിന്നും മെച്ചപ്പെട്ട ഒരു ജീവിതവും ഉണ്ടാകാൻ ഈശ്വരൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ ഈശ്വരവിശ്വാസത്തോടും ആ ഒരു വിചാരത്തോടു കൂടി സന്തോഷമായി മുന്നോട്ട് പോകാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.